ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നിതാ ഞാൻ പോകുന്നത് ഞങ്ങളുടെ നാട്ടിലെ അയ്യപ്പൻ വിളക്ക് കാണാനാണ്. ഒളവണ്ണ പാലക്കുറുമ്പ് അമ്പലത്തിൽ നിന്നാണ് അയ്യപ്പൻ വിളക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ വീട് മാത്രമാണ് കേട്ടോ. അവിടുന്ന് ഒരു 2 സ്റ്റോപ്പിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഒളവണ്ണയിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ എത്തി കുറച്ച് നേരം അവിടെ തിരിഞ്ഞൊക്കെ കളിച്ചിട്ടോ. അവിടെ കുറച്ച് ബലൂണും അതേപോലെ ഐസ്ക്രീം അങ്ങനെ അതൊക്കെ വിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ മോനൊരു ബലൂണൊക്കെ വാങ്ങിക്കൊടുത്ത് അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അയ്യപ്പൻ വിളക്കിന് താലെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് ആൾക്കാരും അതേപോലെ ആനേനെയൊക്കെ കൊണ്ടുവരുന്നത് കണ്ടത് കേട്ടോ. ഇത് ഞങ്ങളുടെ നാട്ടിലെ 51ാമത്തെ അയ്യപ്പൻ വിളക്കാണ് കേട്ടോ. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായിരുന്നു. മെയിനായിട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മോൻ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനേനെ കാണാനും അതേപോലെ ചെണ്ടകൊട്ടും തിറയും ഉത്സവത്തിനൊക്കെ പോകാൻ ആൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ അവനൊന്ന് അടുത്തുനിന്ന് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മെയിനായിട്ട് പോയത്. അപ്പോൾ ഇത് ആനേനെ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് ഇറക്കുകയാണ് കേട്ടോ. പിന്നെ ഇവരുടെ കൂടെ 4 ആവത്താന്മാർ വരും. അത് വാളും ചിലമ്പും അരമണിയൊക്കെ കെട്ടിയിട്ട് 4 ആൾക്കാർ വരും. അവരുടെ ഒരു ആട്ടം ഉണ്ടാവും കേട്ടോ അമ്പലത്തിൽ നിന്ന്. ആ ആട്ടം കഴിഞ്ഞിട്ടാണ് അയ്യപ്പൻ വിളക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കുറച്ചധികം സമയം അവിടെ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ആനേനെയൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ടൈം പോക്കി. വേണോ? അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ റോഡ് സൈഡിലുള്ളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് പിന്നെ അയ്യപ്പൻ വിളക്ക് കണ്ടത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ താഴെ നിന്നാൽ മോനായാലും എനിക്കായാലും ഒന്നും കാണില്ല എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ അമ്മയും അച്ഛനും ഞങ്ങളെല്ലാവരും കൂടെ മുകളിലൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇരുന്ന് കയറി നിന്നിട്ടാണ് ബാക്കിയുള്ള എല്ലാ വരവും കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആവത്താന്മാർ. ഇവരുടെ ആട്ടം കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇത് ഫസ്റ്റ് കാണുന്നൊരു എക്സൈറ്റ്മെൻറ്റിൽ ഫോണൊക്കെ എങ്ങനെയൊക്കെയോ പിടിച്ചിട്ടാണ് വീഡിയോസൊക്കെ എടുത്തത്. അതിൻ്റേതായിട്ടുള്ള ഈ കുഴപ്പം മൊത്തം ഈ വീഡിയോയ്ക്ക് ഉണ്ടാവും. മാത്രമല്ല പിന്നെ ചെണ്ടമേളം കാവടിയാട്ടം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷം, അതായത് ഉത്സവ സീസൺ കഴിഞ്ഞതിൽ പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്.
എന്താ അവർ അവിടെ നിന്നിട്ട് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെണ്ടയൊക്കെ കൊട്ടിയിട്ട്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ശിങ്കാരിമേളം എന്നാണ് കേട്ടോ പറയുക. എല്ലാ സ്ഥലത്തും അങ്ങനെയാണോ പറയാനുള്ളത് അറിയില്ല, എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പറയാറുള്ളത്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ മുകളിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് സൂം ചെയ്ത് വീഡിയോയിൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ അത് ഒറിജിനലായിട്ട് കാണുമ്പോഴേ അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ആ വരവിൻ്റെ എൻ്റെ ഇതായിരുന്നു കേട്ടോ പുലിപ്പുറത്തിരിക്കുന്ന അയ്യപ്പൻ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഈ വരവൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്ലോക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് മെല്ലെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ പോയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.